വിഴിഞ്ഞം തുറമുഖത്തിനുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വിഷയത്തിൽ കേന്ദ്രം കേരളത്തോട് വിവേചനം കാണിക്കുന്നുവെന്ന് മന്ത്രി വി.എൻ. വാസവൻ. വായ്പയായി മാത്രമേ ഫണ്ട് തരാനാകൂ എന്ന നിലപാടാണ് കേന്ദ്രം അറിയിച്ചത്. 817 കോടി തരുമ്പോൾ പകരം 12,000 കോടി രൂപ തിരിച്ചടയ്ക്കണം. തൂത്തുക്കുടിക്ക് ലഭിക്കുന്ന സഹായം വിഴിഞ്ഞത്തിന് ലഭിക്കുന്നില്ല. ക്യാബിനറ്റ് കൂടി തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കും. വിഴിഞ്ഞത്തിന്റെ കമ്മീഷനിംഗ് ഇത് ബാധിക്കില്ലെന്നും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നാളെ ലഭിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. അത് ഇന്നലെയാണൊരു മറുപടി വന്നിട്ടുള്ളത്. ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേന്ദ്രത്തിൽ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമന് കത്തയച്ചിരുന്നു. ആ കത്തയക്കാൻ കാരണം സെൻട്രലിലെ എംപവേർഡ് കമ്മിറ്റി എന്നുവെച്ചാൽ കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപവേർഡ് കമ്മിറ്റി തന്നെ ശുപാർശ ചെയ്താണ് ആ ഫണ്ട് 817.80 കോടി രൂപ നമുക്ക് VGF ആയി തരണമെന്നുള്ളത്. ആ തരണമെന്നുള്ളതാണ് പിന്നീട് അതിന്റെ നിലപാട് മാറ്റി അത് ലോണാക്കി മാറ്റും എന്ന നിബന്ധന വന്നത്. അപ്പോൾ അത് വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കത്തയച്ചു. അത് ഗ്രാൻഡായി തന്നെ VGF ആയി തിരിച്ചടയ്ക്കേണ്ടാത്ത രൂപത്തിൽ വരണം. ആ തിരിച്ചടയ്ക്കേണ്ടാത്ത ഇവർ ആ കരാർ ഉണ്ടാക്കുമ്പം തന്നെ അതിനകത്ത് വെച്ചിരിക്കുന്ന വിചിത്രമായ 2 ക്ലോസ്. ഒന്ന് 817.80 കോടി രൂപ ഇങ്ങോട്ട് തരുമ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റും ബാങ്കും അദാനിയുമായി ബന്ധപ്പെട്ട് അങ്ങ് പോവുകയുള്ളൂ, നമുക്കൊന്നും അറിയില്ല. അതേസമയം തിരിച്ചടവ് സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും മാത്രമായിട്ടാണ് കരാർ. അത് തിരിച്ചടയ്ക്കുമ്പോഴാകട്ടെ നമ്മൾ കൊടുക്കേണ്ട പീരീഡ് എത്തുമ്പോഴേക്ക് 12,000 കോടി രൂപ വരും. ആ 12,000 കോടി രൂപയും നമ്മൾ അടയ്ക്കണം എന്ന രൂപത്തിലേക്കാണ് ആ പുതിയ നിബന്ധന വരുന്നത്. അതേസമയത്ത് തൂത്തുക്കുടി തുറമുഖത്തിന് 1,240 കോടി രൂപ കൊടുത്തപ്പോൾ ഈ ഒരു നിബന്ധനയില്ല. അത് കൃത്യമായി അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വിവേചനാപരമായൊരു സമീപനം ഉണ്ട് എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കത്തയച്ചു. ഇന്നലെ അതിന്റെ മറുപടി വരുമ്പോൾ ലോണായി തന്നെ പറ്റുള്ളൂ എന്നുള്ള രൂപത്തിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ഇനി തുറന്ന കാര്യം ഞങ്ങളൊന്ന് ആലോചിച്ച് ക്യാബിനറ്റ് ആലോചിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചതിന് ശേഷം അതിനകത്ത് കാര്യം ഇന്നലെ ഞാനിങ്ങനെ പോരുന്ന വഴിക്കാണ് ആ മെസ്സേജ് കിട്ടിയത്, ആ വിവരം അറിഞ്ഞത്. തുടർന്ന് ക്യാബിനറ്റ് ആലോചിച്ചതിന് ശേഷം ആ കാര്യത്തിൽ നിലപാട് പറയും.